ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ ഡിസൈന് എന്താണെന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്ട്രക്ചറൽ ഡിസൈൻ എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമല്ല. സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത് ആർക്കിടെക്റ്റിന്റെ ഒരു വിഷൻ നമ്മളൊരു ബിൽഡിംഗ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, അതായത് ഒരു പേപ്പറിലുള്ള ഒരു ഡ്രോയിങ് ഒരു റിയൽ അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടൊരു സ്ട്രക്ചർ ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിൽ യുവിനോ നമ്മളൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ നിൽക്കും. ഓക്കെ, സോ അത്രയും നാൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയിൽ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞുള്ള സാധനം ചെയ്യുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ഡിസൈനിൽ വരുന്ന ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കോൺസെപ്റ്റ് ആൻഡ് പ്ലാനിങ് ഉണ്ടാവും. എന്താ പറയാ, എന്താണ് ആർക്കിടെക്ചറിന്റെ ഡിസൈൻ, ഡ്രോയിങ് എന്താണ്, ഓക്കെ, സൈറ്റ് എന്താണ്, കണ്ടീഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ബിൽഡിംഗ് ആണ് വേണ്ടത്, ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ലോഡ് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, ഏതൊക്കെ ഫോഴ്സുകൾ ഇതിലേക്ക് വരുന്നുണ്ട്, ഒക്കെ എന്തൊക്കെ റെസിസ്റ്റ് ചെയ്യണം, ഗ്രാവിറ്റി, വിൻഡ്, അങ്ങനെയുള്ള പല ലോഡുകളുണ്ട്, അതൊക്കെ അനലൈസ് ചെയ്യും. ദെൻ ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് ചെയ്യും. ഓരോ ബീം, കോളം, സ്ലാബ്, ഫൂട്ടിങ്, അങ്ങനെ പല സ്ട്രക്ചറൽ മെമ്പേഴ്സിന്റെ സൈസുകളും ഡീറ്റെയിലിങ്ങും നമ്മൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് കൊടുക്കുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡ്രോയിങ് സൈറ്റ് ചെയ്താൽ മാത്രമാണ്, എക്സിക്യൂഷൻ ടീം സൈറ്റിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ, നമ്മളുടെ ബിൽഡിംഗ് ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, നമ്മളുടെ ഡ്രോയിങ് വേറെയും സൈറ്റിൽ വേറെയാണെന്നുണ്ടെങ്കിൽ വി നോ ഇറ്റ് റൈറ്റ്, എന്താണ് നടക്കാൻ പോകണമെന്നുള്ളത്. ഇനി നമ്മൾ ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ സ്ട്രക്ചറൽ ഡിസൈനിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക 4 ലോഡുകളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഡെഡ് ലോഡ്. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചറിന്റെ വെയിറ്റ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു സ്ലാബ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലാബിന്റെ ഒരു വെയിറ്റ് ഉണ്ടാവും. ഒരു കോൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ കോളത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡെഡ് ലോഡ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഇറ്റ്സെൽഫ് ഒരു വെയിറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ലൈവ് ലോഡ് അതിന്റെ മുകളിലേക്ക് വരുന്ന ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ആൾക്കാർ നമ്മളെ സ്ലാബിൽ കൂടെ പോകും, ഫർണിച്ചേഴ്സ് പോകും, വണ്ടികൾ പോവാം. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന്റെ മുകളിൽ കൂടി പോകും. അതിനെയാണ് നമ്മൾ ലൈവ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വിൻഡ് ലോഡ്സ് നെയിം ഇറ്റ് സെൽഫ് നമുക്കറിയാം. വിൻഡ് കാരണം വരുന്ന ലാറ്ററൽ പ്രഷറിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൻഡ് ലോഡ് എന്ന് പറയുന്നത്. ആൻഡ് സിസ്മിക് ലോഡ്. സിസ്മിക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ക്വേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭൂകമ്പങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബിൽഡിങ്ങിന് വരുന്ന സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റബിലിറ്റിന്റെ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്മിക് ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോഡുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് കാറ്റഗറിയിലാണ് ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുക. ഒന്ന് എന്ന് പറയുന്നത് RCC, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. വേറെ ഒന്ന് പറയുന്നത് സ്റ്റീൽ, സ്ട്രക്ചറൽ സ്റ്റീൽ ഫ്രെയിമിങ്. ഇത് നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത് RCCയിലായിരിക്കും. നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കൺസ്ട്രക്ഷൻ കഴിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലിലേക്കാണ് പോവുക. ഓക്കെ, സോ RCC എന്ന് പറയുകയാണെങ്കിൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ആൻഡ് മെയിൻലി ലോ ആൻഡ് മിഡ് റൈസ് ബിൽഡിങ്ങിനാണ് നമ്മൾ ചെയ്യാറ്. എക്സലന്റ് ഫയർ റെസിസ്റ്റൻസ് ആണ് ഇതിന് വരുന്നത്. മോർ സെൽഫ്, വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് ആൻഡ് കൺസ്ട്രക്ഷൻ ടൈം നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കും. ഇത് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൗസിംഗ്, റെസിഡൻഷ്യൽ, അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്കാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് സ്ട്രക്ചർ ഭയങ്കര ലൈറ്റർ ആയിരിക്കും. നമുക്ക് എന്താ പറയാ, സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ വളരെ കൂടുതലായിട്ടാണ് ഇതിന് കാണുന്നത്. ഓക്കെ, വെയിറ്റ് കുറവായിരിക്കും, സ്ട്രെങ്ത് നല്ല കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് ഇത് മെയിൻ ആയിട്ട് ലോങ് സ്പാൻ, ഹൈ റൈസ് ബിൽഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾക്കും എന്താ പറയുക, ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യേണ്ട ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ സൈറ്റിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിക്കുക. ഓക്കെ, സോ ഇതിന് രണ്ടിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഓക്കെ, ബട്ട് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ചില ഏരിയയിൽ നമ്മൾ മിക്സ് കോമ്പോസൈറ്റ് ആയിട്ട് ഉപയോഗിക്കും, RCC സ്റ്റീലും യൂസ് ചെയ്യും. ചില ഏരിയയിൽ നമ്മൾ സ്റ്റീൽ മാത്രമാണ് യൂസ് ചെയ്യുക, ചില ഏരിയയിൽ നമ്മൾ RCC മാത്രമാണ് യൂസ് ചെയ്യുക. ഡിപെൻഡ്സ്, അത് സൈറ്റ് കണ്ടീഷനും ടീമിന്റെയും ക്ലയന്റിന്റെയും ഒക്കെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ആൻഡ് ഒരു സ്ട്രക്ചറൽ ഡിസൈനർ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ,
അതിന് ഞാൻ ഒരു കാര്യം കൂടി ആദ്യം പറയാണ്. സോഫ്റ്റ്വെയർ ഒരിക്കലും എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല. ഓക്കെ, അതായത് എഞ്ചിനീയേഴ്സിന്റെ ജഡ്ജ്മെന്റ് ആണ് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും സോഫ്റ്റ്വെയർസിന്റെ റീപ്ലേസ് ചെയ്യില്ല. നമ്മളുടെ വർക്കുകൾ ആക്സലറേറ്റ് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എപ്പോഴും സോഫ്റ്റ്വെയർ വേണ്ടത്. ഓക്കെ, ഈ ടാബ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ടാബ്സിലാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിലിങ്ങും മോഡലിംഗും ഒക്കെ ചെയ്യുക. സ്റ്റാറ്റ് പ്രോ അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റ് പ്രോ മെയിൻലി ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ, സ്ലീവ് സ്ട്രക്ചർ, ബ്രിഡ്ജസ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. സേഫ് അറിഞ്ഞിരിക്കണം. സേഫ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. സ്ലാബ്, ഫൗണ്ടേഷൻ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യുന്നത് സേഫ് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആസ് എ സ്ട്രക്ചറൽ ഡിസൈനർ അറിഞ്ഞിരിക്കേണ്ട സോഫ്റ്റ്വെയർ. ആൻഡ് കൂടുതലും പല ആൾക്കാരും ഒരു സ്ട്രക്ചറൽ ഡിസൈനർ ആയിട്ട് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഇതിനെനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ നമ്മളെ കൂർഗിൽ ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓൺ സൈറ്റ് ആണ്. അപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് കോൺട്രാക്ടർ ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ദ തിങ് ഈസ്, ഒരു സ്ഥലത്ത് അത് സ്റ്റീൽ സ്ട്രക്ചറിലുള്ള റിസോർട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. റിസോർട്ട് എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് ഡിസ്മാൻഡിലായി, അതായത് ഫെയിലായി. സ്ട്രക്ചർ ഫെയിലായപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഫെയിലായി എന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല. അപ്പം നമ്മൾ സ്ട്രക്ചർ ഡിസൈനറെ വിളിച്ചപ്പോൾ ഈ വാസ് നോട്ട് എക്സ്പീരിയൻസ് ദാറ്റ് വി ക്യാൻ സേ. അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ ലോഡും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഡാറ്റ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തപ്പോൾ അതിൽ ലൈവ് ലോഡിന്റെ കൺസിഡറേഷനിൽ സ്റ്റീൽ സെക്ഷറിന്റെ വന്നിട്ടില്ല. അപ്പോൾ സോറി, ഡെഡ് ലോഡിന്റെ കൺസിഡറേഷനിൽ സ്റ്റീൽ സെക്ഷറിന്റെ വന്നില്ല. സോ അത് കൺസിഡർ ചെയ്തിട്ടില്ല അവിടെ. അപ്പോൾ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ അവിടെ കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാണ് പെട്ടെന്ന്, അതായത് 600 mm സ്പാനിൽ ഡെപ്തിലുള്ള സ്റ്റീൽ വേണ്ടത് ഇവൻ 150 ആണ് കൊടുക്കുന്നത്. ദെൻ വി ഹാവ് ടു ഡു എന്താ പറയുക, അത് അഗെയിൻ സപ്പോർട്ടീവ് പ്രൈംസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡീഷണൽ ചെയ്യേണ്ടി കോസ്റ്റ് മോർ എന്താ പറയുക ആഡ് ഓൺ ആവും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യലി തന്നെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളുടെ വർക്കുകൾ കുറച്ചും കൂടി എഞ്ചിനീയർഡ് ആയിട്ട് വരാൻ പറ്റും. നമുക്ക് നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് മാറാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ലോഡ് കോമ്പിനേഷൻ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അത് എന്താ പറയുക, ലൈവ് ലോഡും ഡെഡ് ലോഡും വിൻ ലോഡും സീസ്മിക് ലോഡും ഒക്കെ എങ്ങനെയാണ് കമ്പൈൻഡ് ആയിട്ട് വരുന്നത്, അത് നമ്മൾ എപ്പോഴും എന്താ പറയുക ആഡ് ഓൺ ചെയ്തിരിക്കണം. ഓക്കെ, സൈസ് പഴയ ഡ്രോയിങ് നിന്ന് അഗെയിൻ ആ സൈസുകളൊക്കെ നിങ്ങൾ എന്താ പറയുക വിത്തൗട്ട് റീചെക്കിങ്ങിൽ ലോഡ് കണ്ടീഷനിലേക്ക് ആഡ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഫ്കോഴ്സ് നമുക്ക് പ്രശ്നങ്ങൾ വരും. സോയിൽ റിപ്പോർട്ട്സ് ഇഗ്നോർ ചെയ്യുക. പല ആൾക്കാരും സോയിൽ റിപ്പോർട്ട്സ് നോക്കുക പോലും ചെയ്യാതെ ഡിസൈൻ ചെയ്യാറുണ്ട്. സോയിൽ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ സ്റ്റെബിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അത് നമ്മൾ സോയിൽ റിപ്പോർട്ട് ഒക്കെ പഠിച്ചിട്ടായിരിക്കണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. സോഫ്റ്റ്വെയറിനെ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പറേഷൻസ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് അനുസരിച്ചിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് അതിൽ എറേഴ്സ് വരാം ഇൻപുട്ട് കൊടുക്കുന്നത്. സോഫ്റ്റ്വെയർസ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അല്ലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, എറേഴ്സ് വരാം. സോ ബ്ലൈൻഡ്ലി നമ്മൾ ചെയ്യരുത്. അതൊന്നും മാക്സിമം പറ്റുകയാണെന്ന് മാനുവലി ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒരു സ്ട്രക്ചറൽ ഡിസൈനർ എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഗ്രേറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡിസൈൻ കൺസൾട്ടൻസിയിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. EPC ആൻഡ് കൺസ്ട്രക്ഷൻ ഫേംസിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കുണ്ട്. ആൻഡ് ഇഫ് യു ആർ എ ഗുഡ് സ്ട്രക്ചറൽ ഡിസൈനർ, നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, ഇൻഡിവിജ്വലായിട്ട് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. വി നോ ഇന്ത്യയിൽ ഒരുപാട് ഭൂമി ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് പ്രൊജക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം, സ്ട്രക്ചറൽ ഡിസൈനേഴ്സ് വേണം. പിന്നെ മിഡിൽ ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗൾഫ്, US, ഓസ്ട്രേലിയ, യൂറോപ്പ്, അവിടെയൊക്കെ ഹൈറേസ് ബിൽഡിങ്ങും ഒരുപാട് പുതിയ പുതിയ പ്രൊജക്ടുകളൊക്കെ വരുന്നുണ്ട്. അവിടെയും നമുക്ക് എന്താണ്, സ്ട്രക്ചറൽ ഡിസൈനറെ വേണം. ആൻഡ് നിങ്ങൾക്കൊരു സ്ട്രക്ചറൽ ഡിസൈനർ ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ജെന്യുവിൻലി ഒരു സ്ട്രക്ചറൽ ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ സ്ട്രക്ചറൽ ഡിസൈനർ ആയിട്ട് ബിൽഡ് ചെയ്യണം. ഓക്കെ, സോ അതിന് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ യു ഷുഡ് നോ ഫണ്ടമെന്റൽസ്. അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. ലോഡ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്, ഏതൊക്കെ കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക അതിലൊരു മാസ്റ്റർ ആയിട്ട് നിൽക്കുക. ഹാൻഡ്സ് ഓൺ അതായത് സോഫ്റ്റ്വെയർസിന് ഭയങ്കര ഹാൻഡ്സ് ഓൺ ആയിരിക്കുക. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വരിക. മാക്സിമം സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. റിയൽ പ്രൊജക്ട്സ് ആൻഡ് ഡ്രോയിങ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പ്രാക്ടീസ്, റിവ്യൂ, റിപ്പീറ്റ്.
നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അത് നിങ്ങൾ റിവ്യൂ ചെയ്യുക, അഗെയിൻ പ്രാക്ടീസ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളൊരു എക്സ്പേർട്ട് ആവുക. എക്സ്പേർട്സിന് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ബി എ ഗ്രേറ്റ് സ്ട്രക്ചറൽ ഡിസൈനർ, അതിൽ നിങ്ങൾ സ്റ്റക്ക് ആവുകയാണ്, നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഓഫ് കോഴ്സ് നമ്മൾ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു എവ്രി വൺ. ടേക്ക് കെയർ. ബൈ.